ഹേ ഗൈസ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖം തന്നെയല്ലേ? അൽഹംദുലില്ലാ, നമ്മളും സുഖമായിട്ട് തന്നെ പോകുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും നമ്മളെ ഇന്നത്തെ ഒരു വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഒരു വ്ളോഗ് നിങ്ങളെല്ലാവരും തമിഴിൽ കണ്ടതുപോലെ തന്നെ നമ്മളെ നോമ്പിനടുത്തൊരു വ്ളോഗാണ് കേട്ടോ. രാവിലെ അത്തായം മുതൽ നമ്മൾ നോമ്പ് ഇറക്കുന്നവരെയുള്ള വിശേഷങ്ങളെല്ലാം ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളൊരു കുഞ്ഞു വ്ളോഗാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണുക. കണ്ടിഷ്ടാൽ എന്തായാലും ലൈക്ക് ചെയ്യുക, നിങ്ങളെ അഭിപ്രായം എല്ലാം കമൻസ് ആയിട്ട് അറിയിക്കുക. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ വ്ളോഗിലോട്ട് പോവാം. അതിന് മുന്നേ എൻ്റെ വ്ളോഗ് ആരെങ്കിലും ഫസ്റ്റ് ടൈം കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, കുറേ ദിവസമായിട്ടാ നമ്മളിങ്ങനെ വ്ളോഗ് എടുക്കണമെന്ന് ഇങ്ങനെ വിചാരിച്ച് നിൽക്കുന്നത്, പക്ഷേ ഒരു മൂഡ് ഉണ്ടായിട്ടില്ല. ഇന്നിപ്പോൾ ഏതായാലും വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ച്. കാരണം ഹസ്ബൻഡിൻ്റെ വീട്ടിൽ നിന്ന് ഉപ്പയും ഉമ്മയും അവരെല്ലാം നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ച്. ഇപ്പോൾ ഇതാ രാവിലെ അത്താഴത്തിന് എണീറ്റതാണ് കേട്ടോ. ഷെയാൻ സ്കൂളില്ലാത്ത ദിവസം നോമ്പ് എടുക്കലുണ്ട്. ഇന്നിപ്പോൾ സ്കൂളുള്ളതുകൊണ്ട് ഞാൻ വിളിച്ചിട്ടില്ല. സ്കൂളുള്ള ദിവസം എടുത്തത് മുറിച്ചിട്ടാണ് കേട്ടോ വരുത്തുക. പിന്നെ ഞാൻ വെറുതെ വിളിക്കലില്ല. അങ്ങനെ ഇതാ നമ്മൾ അത്തായം കഴിക്കലാണ് കേട്ടോ. ഒരു ഒറോട്ടിയും പിന്നെ ഒരു മുട്ട പൊരിച്ചതിൻ്റെ ആ പാത്രത്തിൽ നിന്ന് ചൂടാക്കിയിട്ട് ഓവനിൽ വെച്ച് ചൂടാക്കിയിട്ടാണ് കേട്ടോ കഴിക്കൽ. അതിൽ രണ്ട് കഷ്ണം ഒറോട്ടിയും ആ മുട്ടൻ്റെ മഞ്ഞയും അടവാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അത്തായത്തിന് ശരിക്കും പറഞ്ഞാൽ ഒന്നും തിന്നാൻ പറ്റൂല. തിന്നണമെന്നെല്ലാം വിചാരിക്കും, പക്ഷെ ഒന്നും നടക്കൂല. എനിക്കങ്ങനെ വിശപ്പൊന്നും ഉണ്ടാവലില്ല കേട്ടോ. മെയിനായിട്ട് ദാഹമാണ് ഉണ്ടാവൽ. പിന്നെ ഇതെൻ്റെ എനർജി ഡ്രിങ്കാണ് കേട്ടോ. ഇത് കുടിച്ചിട്ടില്ലെങ്കിൽ രാവിലെ മൊത്തത്തിൽ തല കറങ്ങിയിട്ട് കിടക്കിൽ നിന്ന് എണീക്കാൻ പറ്റൂല. ഇടയ്ക്കിടയ്ക്ക് കിച്ചണിലെ നിലത്തെല്ലാം പോയിട്ട് കിടക്കേണ്ട ആ ഒരു അവസ്ഥയിലാണ് കേട്ടോ. ആദ്യത്തെ 2-3 നോമ്പ് എനിക്ക് സെറ്റാവാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു, ഭയങ്കര തലകറക്കം. പണ്ടേ അങ്ങനെയാണ്. സ്കൂളിൽ അസംബ്ലിക്കെല്ലാം നിന്ന് കഴിഞ്ഞാൽ തലകറങ്ങി വീഴുന്ന ആ ഒരു ടൈപ്പ് ഉണ്ടല്ലോ, ആ ഒരു കൂട്ടത്തിലാണ് കേട്ടോ ഞാൻ. അപ്പോൾ ഇതാ ഒരു ചെറുനാരങ്ങ എടുത്തിട്ട് ഉപ്പിട്ടിട്ട് നല്ലോണം ഉപ്പിട്ടിട്ട് കലക്കിയിട്ട് കുടിക്കലാണ്. പിന്നിലെ ഇഷമോള് ഇടയ്ക്കിടയ്ക്ക് അത്തായത്തിന് എൻ്റെ കൂടെ തന്നെ എണീറ്റ് വന്നടയും. ചിലപ്പം അത്തായം കഴിഞ്ഞ് ബാങ്ക് കൊടുക്കാൻ നോക്കുമ്പോൾ എന്നിട്ട് എണീറ്റ് വരാം. അന്നത്തെ ദിവസം ഉറക്കിൻ്റെ കാര്യത്തിൽ തീരുമാനമായി. പിന്നെ ഓളെ ഉറക്കിയെടുക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. മാഷാ അല്ലാഹ്, നമ്മളെ എടയന്നൂര് പുതിയ പള്ളിയാണ് കേട്ടോ. നേരെ മുന്നിൽ കാണുന്നത് നല്ല രസമാണ് കേട്ടോ. രാവിലെ ഇങ്ങനെ ലൈറ്റ് കാണുന്ന സമയത്ത് വേറെ തന്നെ ഒരു വൈബാണ് ആ പള്ളീൻ്റെ ആ ഒരു ഇതെല്ലാം കാണുന്ന സമയത്ത്. അങ്ങനെ നമ്മൾ അത്തായവും ഇതെല്ലാം കഴിഞ്ഞ് കിടന്നെണീച്ചിട്ടുണ്ട്. പിന്നെ ഇന്നിപ്പോൾ ഷെയാന് സ്കൂളുള്ളതുകൊണ്ട് കുറച്ച് നേരത്തെ എണീക്കണം. ഒരു 6:50 6:45 ആ ഒരു ടൈം എണീക്കണം. ഞാൻ അപ്പാട് കിടന്നുറങ്ങും കേട്ടോ. ഇഷമോളെ ഉറക്കാൻ തന്നെ നല്ല ലേറ്റ് ആവും. ചില സമയത്ത് ഉറങ്ങും, അല്ലാത്ത സമയത്ത് നേരം കൂട്ടി കളിക്കും. പിന്നെ ഓൻ പോയിട്ടാണ് കേട്ടോ ഉറങ്ങൽ. രാവിലെ എണീറ്റമ്പാടും ജസ്റ്റ് ഒരു വീഡിയോ എടുത്തതാണ്. നമ്മൾ ആ ഒരു ഫ്രണ്ടിലത്തെ ആ ഒരു വ്യൂ എല്ലാം ജസ്റ്റ് ഒരു വീഡിയോ എടുത്തതാണ്. പിന്നെതാ ഞാൻ വീഡിയോ എടുത്ത് നേരെ ഇസ്തിരിടാൻ വേണ്ടിയിട്ട് പോക്കാന്ന് ഷെയാൻ്റെത് സ്കൂളിൽ പോകാൻ വേണ്ടിയിട്ട്. പിന്നെന്താ, മുറ്റത്തൊന്നും ഇറങ്ങലേ ഇല്ല കേട്ടോ. ആ കാര്യമൊന്നും ശ്രദ്ധിക്കലേ ഇല്ല. എല്ലാം ഉപ്പ തന്നെയാണ് കേട്ടോ നോക്കൽ മുറ്റത്തിൻ്റെ കാര്യമെല്ലാം. അപ്പോൾ ആ സമയം 6:56 ആയിട്ടുണ്ട്. എനിക്കിപ്പോൾ 7:30 ആ ഒരു ടൈം 7:20 ആകുമ്പോഴത്തേക്കെല്ലാം വാന് വരുത്തുന്നുണ്ട്. അവർക്കിപ്പോൾ സ്കൂള് നേരത്തെ ആക്കിയിട്ട് കുറച്ച് നേരത്തെ വിടുന്ന ആ ഒരു ടൈം ആക്കിയിട്ടുണ്ട്. ടൈമിൽ കുറച്ച് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നല്ല ഒരു 3:30 ആകുമ്പോഴത്തേക്ക് വീട്ടിലേക്ക് എത്തും. അല്ലെങ്കിൽ പിന്നെ 5 മണിയാകും കേട്ടോ അവനെത്താൻ വേണ്ടിയിട്ട്. 2:30 2:15 ആ ഒരു ടൈം തന്നെ സ്കൂള് വിടുന്നുണ്ട്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഞാനിപ്പോൾ ജനലും വാതിലും എല്ലാം ഒന്ന് തുറന്നിടലാണ്. അങ്ങനെ ഓന് ഫ്രഷായി വരുമ്പോഴത്തേക്ക് ഞാൻ ഇസ്തിരിയെല്ലാം ഇട്ട് റെഡിയാക്കി വെക്കും. അത് കഴിഞ്ഞിട്ട് ഇതാ ടിഫിന് റെഡിയാക്കാൻ വേണ്ടിയിട്ട് പോകാം. ഉമ്മ തന്നെയാണ് കേട്ടോ ഫുഡിൻ്റെ കാര്യമെല്ലാം ഉമ്മ തന്നെയാണ് ചെയ്യൽ. ഞാൻ അപ്പുറത്ത് പോയി എടുത്തിട്ട് ഓവനിലിട്ടൊന്ന് ചൂടാക്കിയിട്ട് കൊടുക്കാന്ന് കേട്ടോ ചെയ്യുക. രാവിലെ തന്നെ എണീറ്റിട്ട് ഉണ്ടാക്കലൊന്നുമില്ല. നമ്മൾ പിന്നെ അതായത് അത്താഴത്തിന് വേണ്ടിയിട്ട് ഉണ്ടാക്കുന്ന ഫുഡ് തന്നെയാണ് കേട്ടോ എനിക്ക് സ്കൂളിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് കൊടുക്കൽ. അപ്പോൾ അത് ശരിയാക്കി എടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് ഇതാ എനിക്ക് കുടിക്കാൻ വേണ്ടിയിട്ടുള്ള ഹോർലിക്സ് ഉണ്ടാക്കിയെടുക്കലാണ്. അതും കഴിഞ്ഞ് നമ്മളെ ചെടിക്കെല്ലാം ജസ്റ്റ് ഒന്ന് വെള്ളമെല്ലാം ഒഴിച്ച് സെറ്റാക്കി എടുക്കലാണ്. പിന്നെ
ഇൻസ്റ്റയിൽ കുറേ മെസ്സേജ് വരുന്നുണ്ട് റമദാൻ ഡെയിലി വ്ളോഗ് ഇടാൻ വേണ്ടിയിട്ട്. ഡെയിലി വ്ളോഗ് എടുക്കലൊന്നും ഇപ്പം നടക്കുന്നില്ല കേട്ടോ. കാരണം കുറേ പണികളും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അതിൻ്റെ കൂടെ വ്ളോഗും എടുത്തു കഴിഞ്ഞാൽ തീരെ സമയം കിട്ടലില്ല, സമയം ഉണ്ടാവലില്ല. അതിൻ്റെ കൂടെ നമ്മളെ പർദ്ദൻ്റെ ബിസിനസ്സും നിക്കാബിൻ്റെതും എല്ലാം കൂടി ആകുമ്പോൾ നമുക്ക് ടൈം ഷെഡ്യൂൾ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നില്ല. ഒന്നിനും ഒരു നേരം കിട്ടാത്ത പോലെ ഭയങ്കര ഒരു സ്ട്രെസ് ഫീലിങ്ങാണ്. അപ്പോൾ വ്ളോഗ് അങ്ങ് സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ കുറേ ടൈം കിട്ടും. അല്ലെങ്കിൽ ഇല്ലേ, നമ്മൾ വീഡിയോ എടുക്കുന്ന സമയത്താണെങ്കിൽ നമ്മളെ മൈൻഡിൽ മൊത്തം ഈ വീഡിയോൻ്റെ ചിന്ത മാത്രമേ ഉണ്ടാവും. ഈ നോമ്പ് കാലത്ത് എന്താ പറയുക, ഫുൾ ടൈം വീഡിയോ എടുത്ത് നടക്കുന്നില്ല. നാട്ടിലായതുകൊണ്ട് കേട്ടോ. സൗദിയിലുള്ള സമയത്താണെങ്കിൽ ഓക്കെ, കുഴപ്പമില്ല, നമുക്ക് എന്താ പറയുക അങ്ങനെ കൂടുതൽ പണികളും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ. ഇതിപ്പോൾ സ്വന്തം വീട്ടിൽ അത്യാവശ്യം നല്ല പണിയുണ്ട് കേട്ടോ. ഒരു വീട് ഇതേപോലെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് കേട്ടോ. ഞാനങ്ങനെ കൂടുതൽ ഫുഡും ഉണ്ടാക്കലില്ല. നോമ്പിന് കടികൾ മാത്രമേ ഉണ്ടാക്കുള്ളൂ. ഫുഡെല്ലാം ഉമ്മാൻ്റെ അടുത്ത് തന്നെയാണ് കേട്ടോ. ഉമ്മയാണ് ഉണ്ടാക്കൽ. കടിയും ജ്യൂസും നാരങ്ങളും ഇതെല്ലാം ഞാനാണ് ഉണ്ടാക്കുക. അപ്പോൾ ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോക്കെല്ലാം എന്താ പറയുക, ഇപ്പം എനിക്ക് മനസ്സിലായ. നമ്മൾ സൗദിയിലുള്ള സമയത്താണെങ്കിൽ അങ്ങനെ കൂടുതൽ പണിയെല്ലാം ഉണ്ടാവും, പക്ഷേങ്കിൽ ഫ്രീ ടൈമും ഉണ്ടാവും. ഇവിടെ അങ്ങനെ കൂടുതൽ ഫ്രീ ടൈം കിട്ടുന്നില്ല. നമ്മൾ കൂടുതൽ ഇങ്ങനെ വീട്ടിൻ്റെ കാര്യങ്ങളിലായിരിക്കും നമ്മളെ ആ ഒരു കൂടുതൽ ശ്രദ്ധയും ആ ഒരു കോൺസെൻട്രേഷനും ഉണ്ടാകുക. ഇങ്ങനെ നീറ്റാക്കി കൊണ്ടുപോകണം എന്നെല്ലാം ഉള്ള ഇതിൽ. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമോ എന്ന് വിചാരിക്കുന്നത്. അങ്ങനെ ഓന് സ്കൂളിലെല്ലാം പോയി ഞാനിതാ കിടക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഒരു 9:30-10 മണി ഇഷമോളെപ്പാണ് എണീക്കുന്നത്, ആ ഒരു ടൈമാണ് കേട്ടോ എണീക്കുക. അവളിന്ന് നല്ല ഉറക്കാന്ന്. കാരണം അത്താഴത്തിന് എണീറ്റിട്ട് ലേറ്റ് ആയിട്ടാണ് കേട്ടോ ഉറങ്ങിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കുറച്ച് ലേറ്റ് ആയിട്ടാണ് എണീറ്റിട്ടുള്ളത്. ഒരു 10 മണി 10:15 ഒരു ടൈം ആകുമ്പോഴത്തേക്കെല്ലാം എണീറ്റിട്ടുണ്ട്. അങ്ങനെ എണീറ്റിട്ട് ഞാനും ഇഷയും കൂടി ജസ്റ്റ് ഒന്ന് മട്ടന്നൂർ പോയിട്ടുണ്ടായിരുന്നു. നമുക്കൊരു ആവശ്യത്തിന് വേണ്ടിയിട്ട് പോയതാണ്. പിന്നെ പോയ സ്ഥിതിക്ക് കുറച്ച് ഫ്രൂട്ട്സും സാധനങ്ങളെല്ലാം വാങ്ങിയിട്ട് വന്നിട്ടുണ്ട്. നോമ്പിനേക്ക് സാധനം വാങ്ങിക്കാൻ വേണ്ടിയിട്ട് നോമ്പിൻ്റെ തലേന്ന് നമ്മൾ മെട്രോയിൽ പോയിട്ടുണ്ടായി. റബ്ബേ, ദുനിയാവിലെ ജനങ്ങൾ തേച്ച് അവിടെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഞാനാണെങ്കിൽ ഇങ്ങനെ തിരക്കിട്ടിട്ട് ക്യൂവിൽ നിന്നിട്ട് വാങ്ങേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ. പിന്നെ എപ്പെങ്കിലും അത്യാവശ്യമുള്ള സാധനം വാങ്ങാമെന്ന് വിചാരിച്ചിട്ട് പോയിട്ടാകുമ്പോൾ വാങ്ങാമെന്നുള്ള ഇതിലപ്പാട് തിരിച്ചു വരാമെന്നിട്ടാ ചെയ്തിട്ടുള്ളത്. നോമ്പിനായിട്ട് അങ്ങനെ സാധനം വാങ്ങിയിട്ടുണ്ടായിട്ടില്ല. ഉപ്പ തന്നെയാണ് കേട്ടോ വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഇന്ന് കുറച്ച് സാധനമെല്ലാം എടുത്തിട്ടുണ്ട്. നമ്മളെ സമൂസൻ്റെ ലീഫും അങ്ങനത്തെ കാര്യങ്ങളെല്ലാം. ബാക്കിയെല്ലാം ഉപ്പ തന്നെയാണ് കേട്ടോ വാങ്ങിക്കൽ. അങ്ങനെ നമ്മളെ മട്ടന്നൂർ പോക്കെല്ലാം കഴിഞ്ഞ് വന്നിട്ട് വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. ഇനി ജസ്റ്റ് ഒന്ന് റൂമെല്ലാം ഒന്ന് ക്ലീനാക്കി നീറ്റാക്കി ഇടലാണ്. ഇന്നിപ്പോൾ അടിച്ച് വരുന്നില്ല കേട്ടോ. കാരണം ഇന്നലെ അടിച്ച് വാരി തുടക്കലെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇന്നിപ്പോൾ അങ്ങനെ വലിയ അടിച്ച് വരാൻ വേണ്ടിയിട്ട് മാത്രമൊന്നുമില്ല. പിന്നെ ഉമ്മാൻ്റെ അടുത്ത് നിന്ന് തന്നെയാണ് കേട്ടോ ഞാൻ നോമ്പ് തുറക്കൽ. ഇന്നിപ്പോൾ നമ്മളെ വീട്ടിൽ നിന്നാണ് കേട്ടോ നോമ്പ് തുറക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ നമ്മളെ പയറ്റ് കഞ്ഞിയുണ്ടല്ലോ, പയറും അതായത് ചെറുപയർ പരിപ്പും നേരിയരിയും വെച്ചിട്ടുണ്ടാക്കുന്നത്. നമ്മളെ കണ്ണൂരിൽ പയറ്റ് കഞ്ഞി എന്നാട്ടാ പറയുക. നോമ്പിന് അധികം ഉണ്ടാക്കുന്നത് ആ നെയ്ക്കഞ്ഞി എന്നും പറയും. അരക്കേച്ചിലിട്ടിട്ട് അങ്ങനെ ഇതാക്കിയിട്ട് അതെല്ലാം ഉമ്മയാണ് കേട്ടാക്കുക. ഞാൻ ഫസ്റ്റ് വേവിച്ച് വെക്കാന്ന് കേട്ടാ ചെയ്യാം. അപ്പോൾ കുറച്ച് നേരിയരിയും മറ്റേ ചെറുപയർ പരിപ്പും എടുത്തിട്ടുണ്ട്. ഇഷമോക്കും ഇഷ്ടമാണ് കേട്ടോ. എല്ലാവർക്കും നല്ല ഇഷ്ടമാണ് ഈ ഒരു കഞ്ഞി. അപ്പോൾ ഇതെപ്പോഴും ഉണ്ടാക്കിയെടുക്കലുണ്ട്. അപ്പോൾ ഫസ്റ്റ് തന്നെ കഞ്ഞിൻ്റെ പരിപാടി നോക്കലാണ്. പിന്നെ നമ്മളെ ഗ്യാസ് അടുപ്പെല്ലാം നമ്മളെ വർക്ക് ഏരിയയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഓൾറെഡി ഞാൻ നാട്ടിൽ നിന്ന് പോകുന്നതിന് മുന്നേ ഉള്ള വ്ളോഗിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഗ്യാസ് അടുപ്പെല്ലാം ഫിറ്റാക്കിയത്. പക്ഷേ യൂസ് ആക്കുന്നതും കണ്ടിട്ടുണ്ടാവില്ല. ഇപ്പം നാട്ടിൽ വന്നേരാണ് കേട്ടോ അടുപ്പെല്ലാം ഫിറ്റാക്കിയിട്ട് സെറ്റാക്കിയിട്ടുള്ളത്. മറ്റേ കിച്ചണിലില്ലേ നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് മൊത്തത്തിൽ പയ്യാരാവലുണ്ട്, എന്താണെന്നറിയില്ല. പക്ഷെ ഇവിടുന്ന് വേഗം വേഗം പണിയുകയുണ്ട്. കാരണം അപ്പോഴപ്പോഴും എല്ലാം കഴുകി വെക്കാനും എല്ലാം അടുത്തടുത്ത് ഉള്ളതുകൊണ്ട് വേഗം വേഗം കഴിയലുണ്ട്. അവിടെ നിന്നാണെങ്കിൽ മൊത്തത്തിൽ മെസ്സാവലാണ് കേട്ടോ. പിന്നെ എനിക്കാണെങ്കിൽ എല്ലാം അടുത്തടുത്ത് തന്നെ വേണം. ഒരു കുഞ്ഞ് കിച്ചണേനു കേട്ടോ എൻ്റെ ഒരു ആഗ്രഹം. പണിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യമേ വിചാരിച്ചതാണ് ഷോ കിച്ചൺ വേണ്ട, ഒറ്റ കിച്ചണേ വേണ്ടൂ എന്നെല്ലാം വലിയ ഡയലോഗ് പറഞ്ഞതാണ് ഞാൻ. പക്ഷെ നടക്കൂല കേട്ടോ. ഒരു കുഞ്ഞ് കിച്ചൺ മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. ഒന്നാമത് നമ്മൾ സൗദിയിൽ നിൽക്കുന്ന സമയത്ത് എല്ലാം നമുക്ക് അടുത്തടുത്ത് കിട്ടുന്നുണ്ടല്ലോ. ഫ്രിഡ്ജ് ആയിക്കഴിഞ്ഞാലും വാഷ് ബേസും ഉള്ളി തക്കാളി എല്ലാം അടുത്തടുത്ത് തന്നെ ആയതുകൊണ്ട് എനിക്ക് വേഗം പണിയൊരുങ്ങലുണ്ട്. ഇവിടുന്ന് ആകുമ്പോൾ എനിക്ക് എന്തോ ഭയങ്കര ഒരു പണിയൊരുങ്ങാത്ത പോലെ തോന്നലുണ്ട്. അതുകൊണ്ടാണ് ഞാൻ മെയിനായിട്ട് വർക്ക് ഏരിയയിൽ തന്നെ അടുപ്പാക്കിയിട്ടുള്ളത്. ഇപ്പോൾ വർക്ക് ഏരിയ ചെറുതായിട്ടുണ്ട് കേട്ടോ. ഇതാണ് കേട്ടോ സുഖം. അപ്പം അങ്ങനെ
അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ബീഫെല്ലാം കഴുകി സെറ്റാക്കിയിട്ടുണ്ട് ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട്, മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഉള്ളിയെല്ലാം ഉമ്മ തോലി കളഞ്ഞ് സെറ്റാക്കി തന്നിട്ടുണ്ട്. ഉള്ളി തൊലി കളയാൻ എനിക്ക് എന്താണെന്നറിയില്ല, ദുനിയാവിൽ മടിയാണ് കേട്ടോ, എന്താണെന്നറിയില്ല. ഇപ്പോൾ അങ്ങനെ തന്നെയാണ് കേട്ടോ. ഉള്ളി തോലി കളഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ എത്ര വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കും, പക്ഷെ തോലി കളയാൻ എനിക്ക് എന്തോ ഒരു മടിയാണ്. അപ്പോൾ അങ്ങനെ ഇനിയിപ്പോൾ നമ്മൾ മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതാ ഉള്ളിയെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കലാണ്. അപ്പോൾ ഇതാ നമ്മളെ കഞ്ഞി ഇവിടെ സെറ്റ് ആവുന്നുണ്ട് കേട്ടോ. പിന്നെ ഈ ഒരു അടുപ്പിനെ കുറിച്ച് പറയാണ്ടിരിക്കാൻ പറ്റില്ല, അമ്മാതിരി അടുപ്പ് അടിപൊളിയാണ് കേട്ടോ. കാരണം വേഗം കുക്കായി കിട്ടും, എന്തായി കഴിഞ്ഞാലും പെട്ടെന്ന് വിസിലെല്ലാം വരും. നമ്മൾ മറ്റേ അടുപ്പാണെങ്കിൽ കുറച്ച് ടൈം എടുക്കും കേട്ടോ, ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്, ഉണ്ടായി കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ടൈം എടുക്കും. പക്ഷെ ഇതങ്ങനെയല്ല കേട്ടോ, ഇതെല്ലാം പെട്ടെന്ന് സെറ്റാകും, എന്നാൽ കരിഞ്ഞു പോവോ അതുമില്ല. പാകത്തിനുള്ള ആ ഒരു അടുപ്പ് എന്നല്ല, ആ ഒരു ഫ്ലെയിം ഉണ്ടല്ലോ കറക്റ്റ് ഇതിൽ നല്ല രസമാണ് കേട്ടോ. ഇവിടുന്ന് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് സെറ്റായി കിട്ടും എല്ലാം. ഇപ്പം നമ്മൾ ഇറച്ചി കയറുമ്പോഴത്തേക്ക് തന്നെ നമ്മൾ കഞ്ഞി സെറ്റായിട്ടുണ്ട്. നെക്സ്റ്റ് ഇതാ ഇറച്ചി വെച്ചിട്ടുണ്ട്, ബീഫാണ് കേട്ടോ. ബീഫിൽ ലേശം കുരുമുളകും ഗരം മസാലയും ഇതെല്ലാം ഇട്ടിട്ട് അട വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഇഷമോള് സ്റ്റോർ റൂമിൽ പോയിട്ട് മാഗി കണ്ടു, ഇത് വേണമെന്ന് പറഞ്ഞിട്ട് വാശി, പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ല. അപ്പോൾ അതെന്തായാലും ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് മാഗി ഉണ്ടാക്കിയെടുക്കലാണ്. ഓളെ ഫുഡ് കൊടുക്കലെല്ലാം ഇതിൻ്റെ നടുക്ക് കഴിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. രാവിലെ തന്നെ ഞാൻ എല്ലാം വൈകുന്നേരത്തേക്ക് വെക്കൂല കേട്ടോ. രാവിലെ എണീറ്റ് പിന്നെ ഒരു 1-2 മണിയാകുമ്പോഴത്തേക്ക് ഞാൻ മസാലയും എല്ലാം സെറ്റാക്കി വെക്കും. പിന്നെ ഒരു മണിക്കൂർ റെസ്റ്റ് എടുത്ത് മെല്ലെ അസർ നിസ്കാരമെല്ലാം കഴിഞ്ഞിട്ടാണ് കേട്ടോ വീണ്ടും കിച്ചണിലേക്ക് കയറാം. എല്ലാം കൂടി അസർ നിസ്കാരത്തിന് ശേഷം എനിക്ക് ആവില്ല, ഞാൻ കുറച്ച് സ്ലോ ആണ് കേട്ടോ. ഇവിടുന്ന് എന്താണെന്നറിയില്ല, ആദ്യമെല്ലാം നല്ല ഫാസ്റ്റ് ആയിരുന്നു, പക്ഷെ ഇപ്പം ഞാൻ കുറച്ച് സ്ലോ ആണ് കേട്ടോ. അതുകൊണ്ട് തന്നെ എനിക്ക് മെല്ലെ സാവധാനത്തിൽ മുഞ്ചിൽ ചെയ്തെടുക്കണം. ഞാൻ അങ്ങനെയാണ് കേട്ടോ. ഇപ്പം ഞാൻ മാറിയ പോലെ, എന്താണെന്നറിയില്ല. അങ്ങനെ നമ്മൾ ബീഫും സെറ്റായിട്ടുണ്ട് കേട്ടോ. അത് വിസിൽ പോകാൻ വേണ്ടിയിട്ട് അടെടുത്ത് വെച്ചിട്ടുണ്ട്. നെക്സ്റ്റ് ഇതാ മസാല ഉണ്ടാക്കിയെടുക്കലാണ്. ഒരു 5-6 ഉള്ളി എടുത്തിട്ടുണ്ട്. മസാല ബാക്കി വന്നു കഴിഞ്ഞാൽ ഫ്രിഡ്ജിൽ വെക്കാമെന്ന് വിചാരിച്ച്. മസാലയൊന്നും ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ സ്റ്റോറാക്കലൊന്നും ഇല്ല കേട്ടോ. അതെല്ലാം നമുക്ക് സൗദിയിലുള്ള സമയത്തെ ആ ഒരു ടൈമിംഗ് അല്ലേ ഉള്ളൂ. ഇവിടുന്ന് അങ്ങനെയൊന്നല്ല കേട്ടോ, ഇവിടുന്ന് മൊത്തത്തിൽ മാറ്റാണ്. അതെന്താണെന്നറിയില്ല, ഞാൻ അവിടെ ഉള്ള പോലെ ഇവിടെയും ആവണമെന്നെല്ലാം വിചാരിക്കും, മനസ്സങ്ങനെ വിചാരിക്കും, പക്ഷെ നടക്കുന്നില്ല. അവിടെ നിന്നാണെങ്കിൽ ഞാൻ എല്ലാം ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ സ്റ്റോറാക്കി വെക്കല, എന്നിട്ട് ആ ഒരു ടൈം ആകുമ്പോൾ എടുത്ത് പൊരിക്കല. ഉണ്ടാക്കുന്ന ദിവസം കുറച്ചധികം ഉണ്ടാക്കിയിട്ട് പിറ്റേന്നേക്ക് വേണ്ടിയിട്ട് ഫ്രിഡ്ജിൽ സ്റ്റോറാക്കി വെക്കും, ഫ്രീസറിൽ. അങ്ങനെയാണ് കേട്ടോ. പക്ഷേ ഇവിടുന്ന് അങ്ങനെയല്ല. ഇവിടുന്ന് ഇപ്പോൾ ഉന്നക്കായി ഇന്നലെ ഉണ്ടാക്കിയാലും കുറച്ച് എടുത്തിട്ട് ഫ്രിഡ്ജിൽ വെച്ചിനേനു. അപ്പോൾ ഇന്ന് ഉന്നക്കായി ഫ്രിഡ്ജിലുണ്ട്, ഒരു 10-15 ഉന്നക്കായി ഫ്രിഡ്ജിലുണ്ട്. അപ്പോൾ അങ്ങനെയല്ല, അത് നമ്മൾ ഉള്ളി വാടാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. നെക്സ്റ്റ് ഇതാ ഉരുളക്കിഴങ്ങ് കട്ട് ചെയ്തിട്ട് ആ ഒരു കുക്കറിൽ തന്നെ ഇട്ട് കൊടുക്കലാണ്. പിന്നെ നമ്മൾ കട്ട്ലേറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇന്നിപ്പോൾ നമ്മൾ കട്ട്ലേറ്റും സമൂസയും പിന്നെന്തേനു ബർഗർ ആ ഒരു ടൈപ്പ് മസാല കുറച്ച് ബാക്കി വന്നതുകൊണ്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുത്തതാണ് കേട്ടോ ബർഗർ. പിന്നെ ഉന്നക്കായും, ഈ ഒരു 4 ഐറ്റംസാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത്. പിന്നെ മുട്ട പൊരിച്ചതും. അതാണ് എൻ്റെ ഒരു പ്ലാൻ വരുന്നത്. അങ്ങനെ ഇതാ നമ്മൾ ഉള്ളിയെല്ലാം നല്ലോണം വാടി വന്നിട്ടുണ്ട്. ഈ ഒരു അടുപ്പ് രണ്ടെണ്ണമാണ് കേട്ടോ വരുന്നത്. അതായത് 2 ഫ്ലെയിം, 3 എണ്ണയില്ല, 2 എണ്ണം മാത്രമേ ഉള്ളൂ. പക്ഷേ അടിപൊളിയാണ് കേട്ടോ. നമ്മളെ മസാല ഓൾമോസ്റ്റ് സെറ്റായിട്ടുണ്ട്. ഞാൻ മുളക് പൊടിയും പിന്നെ ജീരകപ്പൊടിയില്ലേ, സാദാ ജീരകപ്പൊടി, അതും പിന്നെ ഉപ്പും മാത്രം കേട്ടോ ചേർത്ത് കൊടുക്കൽ. കുറച്ച് ഗരം മസാലപ്പൊടി, വേറെ ഒന്നും ചേർത്ത് കൊടുക്കലില്ല. മഞ്ഞൾപ്പൊടിയൊന്നും ഞാൻ യൂസാക്കലേ ഇല്ല. അപ്പം അങ്ങനെ ആദ്യം ഞാൻ മുളക് പൊടി യൂസാക്കല്ലേനു, പക്ഷെ ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ട്, കട്ട്ലറ്റിനൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ യൂസാക്കിയതാണ്. അങ്ങനെ എന്താ നമ്മൾ ഇറച്ചിയും കൂടി ഒന്ന് ക്രഷ് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ മസാല ഉണ്ടാക്കുന്നതിൻ്റെ റെസിപ്പിയൊന്നും ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയുന്നില്ല, എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയല്ലേ മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. പിന്നെ വേറെ ഒന്നുമില്ല. അങ്ങനെ നമ്മൾ മസാല സെറ്റായിട്ടുണ്ട്. അപ്പുറത്ത് നമ്മൾ ഉരുളക്കിഴങ്ങും സെറ്റാവുന്നുണ്ട്.
നെക്സ്റ്റ് നമ്മളെ പണി സമൂസ ഫില്ല് ചെയ്തെടുക്കലാണ്. സമൂസക്ക് വേണ്ടിയിട്ട് മസാല നമ്മൾ ഇന്നലെ ഉണ്ടാക്കിയ ഇന്നലെ നമ്മൾ ഇറച്ചിപ്പത്തിലേനോട്ട് ഉണ്ടാക്കിയിട്ടുള്ളത്, വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. അപ്പോൾ അത് ഫ്രിഡ്ജിൽ കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ അതെടുത്തിട്ട് ചൂടാക്കിയിട്ട് അത് സമൂസ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. പിന്നെ ബീഫ് കുറച്ച് വേവിച്ചത് ബാക്കിയുണ്ട്, അതും ഞാൻ ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതാ നമ്മൾ നേരത്തെ പറഞ്ഞ നമ്മൾ ഉന്നക്കായി ഫ്രിഡ്ജിൽ വെച്ചിട്ട്. അപ്പോൾ നെക്സ്റ്റ് എന്താ പരിപാടി? നെക്സ്റ്റ് നമ്മൾ കട്ട്ലറ്റിൻ്റെ മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, മസാലയല്ല, അത് സെറ്റാക്കാൻ വേണ്ടിയിട്ട് ഉരുളക്കിഴങ്ങ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കലാണ്. ഇത് ഞാൻ സൗദിയിൽ നിന്ന് 5 റിയാലിന് വാങ്ങിയ ഒരു ക്രഷറാണ് കേട്ടോ. നല്ല സുഖമാണ് കേട്ടോ. ഇതിൽ ക്രഷ് ചെയ്യുന്ന സമയത്ത് നമ്മളെ കൈയൊന്നും വേദനിക്കൂല. നമുക്ക് ഉന്നക്കായ്ക്ക് കായെല്ലാം അരക്കാൻ സുഖമാണ് കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ കട്ട്ലറ്റിൻ്റെ മസാല സെറ്റാക്കി എടുക്കലാണ്. അപ്പോൾ അതും റെഡിയാക്കിയിട്ടുണ്ട്. നെക്സ്റ്റ് നമ്മൾ ബർഗറിലേക്ക് വേണ്ടിയിട്ട് മയോണൈസ് ഉണ്ടാക്കിയെടുക്കലാണ്. അതും ഞാൻ ഉരുളക്കിഴങ്ങ് വെച്ചിട്ടാണ് കേട്ടോ ചെയ്തെടുക്കുന്നത്. ഉരുളക്കിഴങ്ങ് ആകുമ്പോൾ ആ ഒരു മുട്ടൻ്റെ ചോയൊന്നും ഉണ്ടാവില്ലല്ലോ. അതുകൊണ്ട് ഉരുളക്കിഴങ്ങും കുറച്ച് വെളുത്തുള്ളിയും പിന്നെ പാലും സൺഫ്ലവർ ഓയിലും ഇത് വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ മയോണൈസ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. ലേശം മറ്റേ ചെറുനാരങ്ങൻ്റെ നീരും. അപ്പം അങ്ങനെ ഇഷമോള് ഇടുന്ന തന്നെ ചൊറിഞ്ഞോണ്ടിരിക്കുന്നുണ്ട്. ഇവളെ ഒന്ന് സെറ്റാക്കി ഇരുത്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. ഓളിപ്പോൾ ആ ഒരു ടൈമിലാണല്ലോ ഉള്ളത്. ഇപ്പോൾ 2 വയസ്സ് ആ ഒരു ടൈം ആയിട്ടുണ്ട്. അങ്ങനെ പിന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ വീടെടുക്കുന്ന സമയത്ത് വാശി പിടിച്ചിട്ടാണ് നമ്മൾ കിച്ചണിൽ AC ആക്കിയിട്ടുള്ളത്. അത് എന്താ പറയുക, അത്രയും നല്ല തീരുമാനമാണ് എനിക്ക് ബോധ്യപ്പെട്ടത് ഇന്നാണ് കേട്ടോ. ഇപ്പം നല്ല ചൂടല്ലേ, പ്രത്യേകിച്ച് നമ്മളെ വീട്ടിൽ എൻ്റെ വീട്ടിൽ നല്ല ചൂടാണ് കേട്ടോ. സീലിങ്ങും എയർ ഹോൾസൊന്നും എവിടെയും ഇല്ല, സീലിങ്ങുള്ളതുകൊണ്ട്. അതുകൊണ്ട് അത്യാവശ്യം നല്ല ചൂടുണ്ട് എൻ്റെ വീട്ടിൽ. അതായത് ഉമ്മാൻ്റെ വീട്ടിൽ അങ്ങനെ വലിയ ചൂടൊന്നുമില്ല കേട്ടോ. കാരണം സീലിങ്ങൊന്നുമില്ല, എല്ലാ ഭാഗത്തും ജനലും ഇതെല്ലാമാണ്. പിന്നെ തുറന്നൊരു സ്പേസാണ് കേട്ടോ ഉമ്മാൻ്റെ അടുത്ത്. അതുകൊണ്ട് തന്നെ അങ്ങനെ വലിയ ചൂടില്ല. അപ്പോൾ ഈ കിച്ചണിൽ പണിയെടുത്ത് കഴിഞ്ഞാൽ മനുഷ്യൻ്റെ അതോ ലോകത്തും. അതുകൊണ്ട് AC ആക്കിയത് എത്രയോ നല്ലതാണെന്ന് വിചാരിച്ചിട്ടാ. കാരണം സുഖമാണ് ഇവിടെ AC ഇട്ടിട്ട് നല്ല സുഖസുന്ദരമായിട്ട് നമ്മൾ ഈ ഒരു മറ്റേ ഇനെന്തേനും പറയാൻ മറന്നുപോയി, എന്തോ പറയാൻ ഐലൻഡ് കിച്ചണിൽ നമ്മൾ ഇത് ഒന്ന് റെഡിയാക്കി എടുക്കലാണ്. അങ്ങനെ നമ്മളെ സമൂസ സെറ്റായിട്ടുണ്ട്. അതിനി ഫ്രിഡ്ജിലേക്ക് മാറ്റില്ല, ഇനി വൈകുന്നേരം എടുത്ത് പൊരിക്കാന്നിട്ടാ ചെയ്യാം. ഇനിയിപ്പോൾ സമൂസൻ്റെ ലീഫ് ഇതേപോലത്തെ ഒരു സിപ്പ് ലോക്കിലാക്കിയിട്ട് ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കല. അല്ലെങ്കിൽ ഇല്ലേ ഒരു എന്താ പറയുക ടൈറ്റായിട്ടല്ല, ഒരു ക്രഷ് ആകുന്നത് പോലെ തോന്നലുണ്ട് അങ്ങനെ തന്നെ വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ നല്ലോണം കവർ ചെയ്തിട്ട് വേണം വെക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇല്ലേ ആരെങ്കിലും പുതുതായിട്ട് വീടെടുക്കുന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് നിങ്ങൾ കിച്ചണിൽ AC ആക്കിക്കോ കേട്ടോ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ കാലത്ത് കിച്ചണിലാണ് ഏറ്റവും കൂടുതൽ ACൻ്റെ അത്യാവശ്യമുള്ളത്. ഞാൻ കിച്ചണാക്കുന്ന സമയത്ത് കിച്ചണിൽ ഗ്രിൽസ് ആക്കായിട്ട് എല്ലാവരും എന്നോട് പറയലായിരുന്നു. പക്ഷെ എൻ്റെ മനസ്സിൽ AC ആക്കണമെന്നുള്ള ഒറ്റ ഇതിലാണ് പിന്നെ അങ്ങനെ വെച്ചിട്ടുള്ളത്, അങ്ങനെ ഫുള്ള് കവർ ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇപ്പോഴത്തെ കാലത്ത് നടക്കൂല കേട്ടോ, അമ്മാതിരി ചൂടാണ്. ഇപ്പാണെങ്കിൽ എല്ലാവരും ഫുൾ സീലിംഗ് ആക്കിയിട്ടാണ് വീടും എടുക്കുന്നത്. ഫുൾ സീലിംഗ് ആക്കി കഴിഞ്ഞാൽ നല്ല ചൂടാണ്, വിചാരിക്കുന്ന പോലെയൊന്നല്ല കേട്ടോ, നല്ല ചൂടാണ്. അങ്ങനെ നമ്മളൊരു 12 കട്ട്ലറ്റ് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ബാക്കി മസാല നാളെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഫ്രീസറിലേക്ക് മാറ്റലാണ്. നമ്മൾ മുന്നേ ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിലൊന്നും വെക്കൂല, പക്ഷെങ്കിൽ ഉണ്ടാക്കിയിട്ട് ബാക്കി വന്നത് ഫ്രിഡ്ജിൽ വെക്കും കേട്ടോ. അപ്പം അങ്ങനെ ഇനി എന്താ ഇനി ഇതെല്ലാം ഒന്ന് റെഡിയാക്കി എടുക്കലാണ്. ഇതും ഫ്രിഡ്ജിലേക്ക് മാറ്റലാണ് കേട്ടോ. നെക്സ്റ്റ് എന്താ ഇഷമോൾ എൻ്റെ കൂടെ തന്നെ ഉണ്ട് കേട്ടോ. എനിക്ക് എങ്ങനെയെല്ലാം പണി തരാൻ പറ്റുന്നോ അതേപോലത്തെ പണി എനിക്ക് അവിടെ ഇരുന്നിട്ട് തരുന്നുണ്ട്. അപ്പം അങ്ങനെ ഇതിപ്പോൾ ബ്രെഡില്ലേനു കേട്ടോ എൻ്റെ അടുത്ത്. അപ്പം നേരെ ഉമ്മാൻ്റെ അടുത്തേക്ക് ഓടിപ്പോക്കാന്ന്. എന്ത് സാധനം ഇല്ലെങ്കിൽ നേരെ അപ്പുറത്തേക്ക് ഓടിപ്പോകാൻ പറ്റുന്നത് ഒരു സുഖമാണ് കേട്ടോ, നല്ല രസമാണ്. അപ്പോൾ അവിടെ പോയിട്ട് വേഗം ബ്രെഡും എടുത്ത് വന്നിട്ടുണ്ട്. അതൊന്ന് ക്രഷ് ആക്കിയിട്ട് നമ്മൾ കട്ട്ലേറ്റ് ഒന്ന് സെറ്റാക്കി എടുക്കലാണ്. എന്നിട്ട് അതും ഫ്രീസറിലേക്ക് വെക്കും.
എന്നിട്ട് അതും പയ്യെ തന്നെയാണ് കേട്ടോ പൊരിച്ചെടുക്കുക. എല്ലാം ലാസ്റ്റ് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഫ്രൈ ആക്കി എടുത്തു കഴിഞ്ഞാലില്ലേ ഒരു നല്ലൊരു ഷേപ്പിലും ആ ഒരു സെറ്റായിട്ട് കിട്ടും. അങ്ങനെയൊക്കെ തോന്നിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ അപ്പാടും പൊരിച്ച് കഴിഞ്ഞാൽ ഒരു ഷേപ്പ് അങ്ങനെ കിട്ടില്ല. ഷേപ്പല്ല മീൻസ് ആ ഒരു ബ്രെഡ് പൊടിയെല്ലാം അപ്പാടും അങ്ങ് എണ്ണയിലേക്ക് തന്നെ പോയി പോവും അങ്ങനെ. അപ്പോൾ ഇത് നല്ല മൊഞ്ചിൽ സെറ്റായിട്ട് കിട്ടലുണ്ട്. അപ്പോഴത്തേക്ക് നമ്മളെ ഡാഡി എന്താക്കി ഫ്രൂട്ട് സലാഡിന് സാധനം പറഞ്ഞേനു. അപ്പോൾ അതെല്ലാം കൊണ്ടു തന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഫ്രൂട്ട് സലാഡ് ഉണ്ടാക്കിയെടുക്കണം. അതൊന്നും ഞാൻ പിന്നെ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ എടുത്തിട്ടില്ല. ഇതിപ്പോൾ നമ്മൾ വർക്ക് ഏരിയയിലെ പാത്രം കണ്ട ഇതാണ് എനിക്ക് സഹിക്കാൻ പറ്റാത്ത പാത്രം കഴുകില്ല. അപ്പോൾ എല്ലാം കൂട്ടി വെച്ചിട്ടുണ്ട്. ലാസ്റ്റ് ഒറ്റ ഇതിൽ കഴുകാമെന്ന് വിചാരിച്ചിട്ട് അപ്പോഴത്തേക്ക് നമ്മളെ ഫോണിൻ്റെ ചാർജ് ഡൗൺ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചാർജ് കുത്തിയാക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ട്. ആ ഒരു ഗ്യാപ്പിൽ ഞാൻ ഫ്രൂട്ട് സലാഡ് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇനി വൈകുന്നേരം ഐസ്ക്രീമെല്ലാം ചേർത്തിട്ടാണ് കേട്ടോ യൂസാക്കാം. അപ്പോൾ ഇപ്പോൾ ഇതൊന്ന് ഫ്രിഡ്ജിൽ വെക്കലാണ്. പിന്നെ ഈ ഒരു ഫ്രിഡ്ജും നല്ല യൂസ്ഫുള്ളാണ് കേട്ടോ. എന്തുണ്ടാക്കി കഴിഞ്ഞാലും നമുക്ക് കുത്തി നിറക്കാൻ വേണ്ടിയിട്ട് പറ്റും. അത്യാവശ്യം നല്ല സ്റ്റോറേജ് സ്പേസ് ഉണ്ട് കേട്ടോ ഈ ഒരു ഫ്രിഡ്ജിന്. ഇപ്പം നോമ്പിനാണ് കേട്ടോ മനസ്സിലായിട്ടുള്ളത്. ഞാനങ്ങനെ ഇവിടെ നിൽക്കലൊന്നുമില്ല. നമ്മൾ അരി അരിച്ചിട്ടും അങ്ങനെയല്ലാന്ന് വെക്കൽ. പിന്നെ ഇറച്ചി ഐറ്റംസൊന്നും അങ്ങനെ വെക്കലില്ല. പക്ഷേ ഫ്രിഡ്ജ് അങ്ങനെ ഓഫാക്കലില്ല കേട്ടോ. അപ്പോൾ ഇപ്പം അത് മനസ്സിലായിട്ടുള്ളത്. നല്ല ഉപകാരമാണ് കേട്ടോ ഈ ഒരു ഫ്രിഡ്ജ്. പിന്നെ കഴിഞ്ഞ വർഷം ഞാൻ നോമ്പിന് നാട്ടിലില്ലേനു. നമ്മൾ ആദ്യത്തെ വീട്ടിൽ കൂടിയിട്ടുള്ള ആദ്യത്തെ നോമ്പാണ് കേട്ടോ. ആദ്യത്തെ നോമ്പ് വരെയും കൂടിയാണ് കേട്ടോ ഇന്നത്തെ ഒരു വീഡിയോ. നമ്മളെ ഫസ്റ്റ് ഇഫ്താർ ഇൻ മൈ ന്യൂ ഹോം അങ്ങനെ വേണമെങ്കിൽ പറയാം. അങ്ങനെ ഒരുവിധം നമ്മൾ പാത്രം കഴുകലും ക്ലീനാക്കലും എല്ലാം കഴിഞ്ഞൊരു 2:45 നമ്മൾ സംഭവം സെറ്റായിട്ടുണ്ട്. അങ്ങനെ ഇഷമോളെ കുളിച്ച് ഫ്രഷാക്കി സെറ്റാക്കിയിട്ട് ഉറക്കിയിട്ടുണ്ട് കേട്ടോ. കുറച്ച് സമയം ഉച്ചയ്ക്ക് ശേഷം ഞാൻ ഉറക്കലുണ്ട്. അങ്ങനെ ഞാനും കുറച്ച് സമയം കടന്നെണീച്ച് വന്നിട്ടുണ്ട്. നമ്മൾ അസർ ബാങ്ക് കൊടുത്ത് കഴിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇഷ എണീറ്റിട്ടില്ല. ഇനിയിപ്പോൾ ദാ നമ്മൾ കഞ്ഞിയിൽ തേങ്ങാപ്പാലെല്ലാം ഒഴിച്ചിട്ട് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നേരെ കിച്ചണിലേക്ക് വന്നിട്ട് പിന്നെ ഇനി എന്താ പരിപാടി? ഇനിയിപ്പോൾ നമുക്ക് നാരങ്ങ വെള്ളം ഉണ്ടാക്കിയെടുക്കണം. പിന്നെ ജ്യൂസ് അടിക്കണം. അതെല്ലാമാണ് നമ്മളെ മെയിൻ പരിപാടി. പിന്നെ മുട്ട പുഴുങ്ങാൻ വേണ്ടിയിട്ടുണ്ട്. അതെല്ലാമാണ് കേട്ടോ. ഇതിപ്പോൾ ഞാൻ ജ്യൂസ് അടിക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട്. ഉപ്പ് ഓൾറെഡി എനിക്ക് ഇളനീർ ഇങ്ങനെ എല്ലാം എടുത്തിട്ട് റെഡിയാക്കിയിട്ട് ഒരു പാട്ടയിൽ വെച്ചിട്ടുണ്ട്. സാധാരണ ഞാനാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കൽ. പക്ഷേ ഇന്ന് എനിക്ക് മടിയായിട്ട് ഞാൻ ഉപ്പാനോട് പറഞ്ഞാൽ ഇതൊന്ന് റെഡിയാക്കി തന്നെ. അതാകുമ്പോൾ നമുക്ക് ടൈം ലാഭിക്കാൻ വേണ്ടിയിട്ട് പറ്റുമല്ലോ. മറ്റേതാകുമ്പോൾ നമ്മളിങ്ങനെ പൊട്ടിച്ചെടുക്കൽ കുറച്ച് പണിയാണ്. അതുകൊണ്ട് ഉപ്പാനോട് പറയാൻ കേട്ടോ ചെയ്തിട്ടുള്ളത്. ഇനിയിപ്പോൾ ഇതാ നമ്മൾ ജ്യൂസെല്ലാം അടിച്ച് റെഡിയാക്കിയിട്ടുണ്ട്. ജ്യൂസ് അടിക്കുന്നതിന് ഡീറ്റെയിൽ ആയിട്ടൊന്നും എടുത്തിട്ടില്ല. അങ്ങനെ നമ്മൾ ജ്യൂസ് റെഡി. നെക്സ്റ്റ് നാരങ്ങ വെള്ളം. ഞാനില്ലേ മിക്സിയിൽ തന്നെയാണ് പഞ്ചസാര അടിച്ചെടുക്കുക. പഞ്ചസാര മാത്രം കേട്ടോ. ഒരു 5-6 ടേബിൾ സ്പൂൺ പഞ്ചസാര എടുത്ത് മിക്സിയിൽ വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം അടിച്ചെടുക്കും. അപ്പം പിന്നെ നമുക്ക് ഇളക്കിയെടുക്കാൻ ആ ഒരു ടൈം പോകില്ലല്ലോ. അങ്ങനത്തെ ട്രിക്ക് പണിയെല്ലാം ഞാൻ എടുക്കും കേട്ടോ. മിക്സി ഏതായാലും നമ്മൾ ജ്യൂസ് എടുക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്നുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ എന്നിട്ട് ഇതിങ്ങനെ നാരങ്ങ വെള്ളം പിഞ്ഞെടുക്കാൻ കേട്ടോ ചെയ്യുക. നാരങ്ങ ഇങ്ങനെ പിഞ്ഞെടുക്കാൻ കേട്ടോ ചെയ്യുക. അതിൽ കുറച്ച് കസ്കസ് ഇട്ട് കൊടുക്കലുണ്ട്. അപ്പോൾ നമ്മൾ നാരങ്ങ വെള്ളം സെറ്റായിട്ടുണ്ട്. നെക്സ്റ്റ് എന്താ പരിപാടി? നെക്സ്റ്റ് ബത്തക്ക മുറിച്ചിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം. അപ്പോൾ പെയ്യുണ്ടല്ലോ ഈ ബത്തക്ക മുറിക്കലെല്ലാം ഭയങ്കരം തിരക്ക് പിടിച്ചിട്ട് ചെയ്യേണ്ടി വരും. അപ്പം നമ്മളെന്താക്കി ഫസ്റ്റ് തന്നെ ഇതെല്ലാം അങ്ങ് ചെയ്തെടുക്കലാണ്. ലാസ്റ്റ് ഔട്ടില്ലേ ഭയങ്കര തിരക്കായിരിക്കും. അപ്പോൾ എനിക്കിങ്ങനെ തിരക്ക് പിടിച്ചിട്ട് ചെയ്യുന്നതൊന്നും അങ്ങനെ കൂടുതൽ ഇഷ്ടമല്ല. എനിക്കെല്ലാം സാവധാനത്തിലും സമാധാനത്തിലും എല്ലാം ചെയ്തെടുക്കണം. ഞാൻ അങ്ങനെയാണ് കേട്ടോ. ടൈം എടുത്തിട്ടെല്ലാം റെഡിയാക്കി വെക്കണം. അപ്പോൾ അങ്ങനെ പിന്നെതാ ഞാൻ മുട്ട പുഴുങ്ങി പൊരിക്കാൻ വേണ്ടിയിട്ട് മുളകാക്കി പൊരിക്കാൻ വേണ്ടിയിട്ട് മുട്ട പുഴുങ്ങാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. നെക്സ്റ്റ് നമ്മൾ ബർഗറിൻ്റെ ബണ്ണുണ്ടല്ലോ, ബേബി ബണ്ണാണ് കേട്ടോ, ചെറുതാണ്. അപ്പോൾ അതൊന്ന് എന്താക്കിയെടുക്കലാം ഒന്ന് വാട്ടിയെടുക്കലാം 6 kg പണ്ട് ഞാൻ ഇങ്ങനെ മസാലയെല്ലാം വെച്ചിട്ടേനു കേട്ടോ ചെയ്തെടുക്കൽ. പക്ഷേ ഇപ്പം ഇങ്ങനെയാണ് കേട്ടോ ചെയ്തെടുക്കൽ. ഇതാണ് കുറച്ചുകൂടി നല്ലത്. വേഗം പണി കഴിയുന്നത് പോലെ തോന്നിയത്.
അപ്പോൾ അതും കഴിഞ്ഞിട്ടുണ്ട്. നമ്മളെ മുട്ടിയും സെറ്റായിട്ടുണ്ട്. നെക്സ്റ്റ് ഇതാ ഇഷമോള് ഒന്ന് ഞാൻ തലയെല്ലാം വാർന്ന് സെറ്റാക്കി കൊടുത്തിട്ടുണ്ട്. ഓള് എന്താ പറയുക ഫ്രഷ് ആവലും എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഉറങ്ങി എണീറ്റിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് ഓളെ കഞ്ഞി കൊടുക്കലും ഇതെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഓളെ ഫുഡ് കൊടുക്കുന്നതും ഞാൻ പിന്നെ ഡീറ്റെയിൽ ആയിട്ട് എടുത്തിട്ടില്ല. പിന്നെ ഞാൻ എല്ലാം ഫ്രൈ ആക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയിലാണ്. എല്ലാം എടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ട് ഫ്രീസറിൽ നിന്ന്. പിന്നെ മുട്ട പുഴുങ്ങി പൊരിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ മസാലയും സെറ്റാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒറോട്ടി ചുടണം. ആര്? ഞാനല്ല കേട്ടോ, ഉമ്മ. അപ്പോൾ ഉമ്മാൻ്റെ വീട്ടിൽ നിന്ന് കുഴച്ചിട്ടെല്ലാം സെറ്റാക്കിയിട്ട് വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞു എന്തിനാ ചൂടത്താടുന്ന് ഇവിടുന്ന് ചുട്ടൂടെ. അവിടെ വർക്ക് ഏരിയയിൽ എന്തായാലും ഒറോട്ടി ചുടുന്ന സമയത്ത് നല്ല ചൂടാണ് കേട്ടോ. കാരണം ആ ഒരു പാൻ്റെ ചൂട് നല്ല ഇതായിട്ട് എഫക്റ്റ് ആവും. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞു, ഞാനെപ്പം പറയും ഇവിടെ വന്നിട്ട് ചൂടാ, എന്തിനാ ആടുന്ന് ചൂട്ടത്ത് ചൂടുന്നതെന്ന് പറയലുണ്ട്. അപ്പോൾ ഇങ്ങോട്ടേക്ക് വിളിച്ച് വരുത്തിയിട്ടുണ്ട്. വരാൻ എന്തോ ലോകമടിയാന്ന് കേട്ടോ സ്വന്തം വീട്ടിൽ നിന്ന്. ഇപ്പോൾ എല്ലാവരും അങ്ങനെ തന്നെയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഉമ്മ ആടുന്ന് ഒറോട്ടി ചുടുന്നുണ്ട്. എൻ്റെ ഒറോട്ടി ചുടുന്ന വീഡിയോ ഒന്നും എടുക്കണ്ടെന്ന് പ്രത്യേകം ആടുന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് പിന്നെ ഞാൻ അധികം അങ്ങോട്ട് പോയിട്ട് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ചെന്നിട്ടില്ല. നെക്സ്റ്റ് നമ്മളെല്ലാം ഫ്രൈ ആക്കി എടുക്കലാണ്. ഇനിയിപ്പോൾ നമ്മൾ ടൈം ലാപ്സിലിട്ടിട്ട് പണി വേഗം എടുക്കലാണ് കേട്ടോ. ഇപ്പോൾ സമയം ഏകദേശം ഒരു 5:15 ആ ഒരു ടൈം ആയിട്ടുണ്ട്. അപ്പോഴത്തേക്ക് നമ്മളെല്ലാം ഒന്ന് ഫ്രൈ ആക്കി എടുക്കലാണ്. മുട്ട ഇപ്പുറത്ത് വെച്ചിട്ടുണ്ട്, മറ്റേതെല്ലാം അപ്പുറത്തുനിന്ന് പൊരിച്ചെടുക്കലാണ്. ഉന്നക്കായി നമ്മൾ കുറച്ച് മുന്നേ ഫ്രീസറിനടുത്ത് പുറത്ത് വെക്കണേനോട്ടാ. പക്ഷെ എന്നോട് മറന്നുപോയി. അതുകൊണ്ട് തന്നെ നമ്മൾ നെയ്യിലിടുന്ന സമയത്ത് ബോംബ് പൊട്ടുന്ന പോലത്തെ ഒച്ചപ്പാടേനോട്ടാ. ഒരു ഐസ് നെയ്യിൽ വീഴുന്ന സമയത്ത് നല്ല രസമുണ്ടേനു ഒച്ചപ്പാട് വെക്കാൻ വേണ്ടിയിട്ട്. ടൈം ലാപ്സ് ആയതുകൊണ്ട് നമുക്ക് വീഡിയോ കിട്ടിയിട്ടില്ല. അപ്പോൾ ഉമ്മാൻ്റെ ഒറോട്ടി ഇവിടെ നല്ല മുഞ്ചിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കറിയും എല്ലാം ഉമ്മേനാണ് കേട്ടോ സെറ്റാക്കൽ. ഞാൻ പിന്നെ ആ ഭാഗയെ ചിന്തിക്കല്ല. അതുകൊണ്ട് എനിക്ക് സമാധാനമാണ്. കാരണം അതൊന്നും ചിന്തിക്കണ്ടല്ലോ. അത്തായം മുത്തായം എല്ലാം ഉമ്മേനാണ് കേട്ടോ. എൻ്റെ പണിയെന്ന് പറയുകയാണെങ്കിൽ കടി ഉണ്ടാക്കൽ, ഈ ഒരു പിന്നെ നാരങ്ങളും ജ്യൂസ് ഇതെല്ലാം ഉണ്ടാക്കിയെടുക്കലാണ് കേട്ടോ. പിന്നെ പാത്രം കഴുകലും, അതാണ് ക്ലീനിങ്ങുമാണ് എൻ്റെ പണി. അപ്പോൾ നമ്മളിതാ ടേബിളെല്ലാം സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഒരു 6:30 ആ ഒരു ടൈം ആകുമ്പോഴത്തേക്കും മൊത്തത്തിൽ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഫ്രൂട്ട് സലാഡും പിന്നെ നാരങ്ങ വെള്ളവും എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നമ്മൾ ടേബിൾ കാണാൻ നല്ല രസമില്ലേ. എനിക്കിങ്ങനെ എല്ലാം സെറ്റ് ചെയ്തിട്ട് വെക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് നോക്കലാണ്. ബാങ്കെല്ലാം കൊടുത്തിട്ടുണ്ട്. നമ്മളെ നോമ്പ് തുറ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ പിന്നെ കൂടുതൽ വീഡിയോസൊന്നും എടുത്തില്ല കേട്ടോ. നോമ്പ് തുറക്കുന്ന ആ ഒരു ടൈം അങ്ങനെ നമ്മളെ നോമ്പ് തുറയും നിസ്കാരവും എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അവർ നേരത്തെ വന്നിട്ടുണ്ട് കേട്ടോ. ഒരു 5:30 ആ ഒരു ടൈം തന്നെ അവർ എത്തിയിട്ടുണ്ട്. അപ്പം നമ്മൾ നിസ്കാരമെല്ലാം കഴിഞ്ഞ് വീണ്ടും കിച്ചണിലേക്ക് വന്നിട്ടുണ്ട്. ഉമ്മാക്ക് ഒരേ നിർബന്ധം നെയ്ച്ചോറ് ഉണ്ടാക്കണമെന്ന്, ഒറ്റ നിർബന്ധം. ഞാൻ പറഞ്ഞതിന് എന്തിനാ നെയ്ച്ചോറ്, ആരെങ്കിലും തിന്നോ, ആർക്കെങ്കിലും വേണ്ടി വരുമോ, വെറുതെ ഒറോട്ടി ഇഷ്ടം പോലെ ആക്കിയിട്ടുണ്ടേനു കേട്ടോ. അപ്പോൾ എന്തായാലും ഉമ്മാൻ്റെ നിർബന്ധമല്ലേ, മതി ആക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് അവിടെ നിന്ന് ആക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ബീഫ് കറിയും ബീഫ് ഫ്രൈയും ആണ് കേട്ടോ നമ്മൾ ഇന്ന് ഉണ്ടാക്കിയെടുക്കുന്നത്. അങ്ങനെ ഞാനിതാ ഇവിടുന്ന് ബീഫ് പൊരിച്ചെടുക്കലാണ്. ഉമ്മയെല്ലാം മുളകെല്ലാം പരക്കി സെറ്റാക്കി എടുത്ത് തന്നിട്ടുണ്ട്. അതൊന്ന് ജസ്റ്റ് നെയ്യിലിട്ടിട്ട് റോസ്റ്റ് ചെയ്തെടുക്കാൻ വേണ്ടു. ഇനിയിപ്പോൾ ഫുഡ് കൊണ്ടേക്കലാണ്, ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഫുഡും കഴിച്ചിട്ട് നമ്മൾ ഇന്നത്തെ പരിപാടി സെറ്റായിട്ടുണ്ട്. പിന്നെ നോമ്പ് തുറക്കുന്ന സമയത്ത് ഷെയാനും ഉപ്പയെല്ലാം പള്ളിയിൽ പോയിട്ടുണ്ട് കേട്ടോ. അത് പിന്നെ എന്താ പറയുക, അതങ്ങനെയാണ്. പോകണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോടുന്ന് പറഞ്ഞാൽ പോകില്ല, അങ്ങനത്തെ ഒരു ടൈപ്പാണ് കേട്ടോ ഷെയാൻ. അപ്പോൾ അവരെ ഫുഡ് അടിയെല്ലാം കഴിഞ്ഞ് നമ്മൾ ഫുഡ് കഴിക്കലാണ്. പിന്നെ അവർ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അവർക്കുള്ള അത്താഴത്തിൻ്റെ ഫുഡും നെയ്ച്ചോറും എല്ലാം കൊടുത്തിട്ടുണ്ട്. ഉമ്മ അവർക്ക് അത്താഴത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ നെയ്ച്ചോറ് വെച്ചിട്ടുള്ളത്. അതെനിക്കറിയില്ലേനും. പിന്നെ പോയിട്ടാക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഫുഡെല്ലാം എടുത്തിട്ടാണ് കേട്ടോ പോയിട്ടുള്ളത്. അപ്പോൾ അവർ പോയിട്ട് നമ്മളെ പണിയെന്ന് പറയുകയാണെങ്കിൽ എല്ലാം ഒന്ന് ജസ്റ്റ് ഒന്ന് ക്ലീനാക്കി സെറ്റാക്കി വെക്കലാണ്. അന്നത്തെ പാത്രം ഞാൻ പിറ്റേന്ന് രാവിലത്തേക്കാണ് കേട്ടോ വെച്ചിട്ടുള്ളത്. കാരണം നടക്കൂല, ഇന്നത്തെ ഡീസൽ കഴിഞ്ഞ് ഉമ്മാനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്നത്തെ പാത്രം അവിടെ വെച്ച് നമ്മളെ ഫ്രൂട്ട് സലാഡും കൂടി തിന്ന് ഇന്നത്തെ ദിവസം അവിടെ തീർന്നിട്ടുണ്ട് കേട്ടോ.
ഇതില്ലേ അതിൻ്റെ പിറ്റേ ദിവസം എടുത്ത വീഡിയോ ആണ് കേട്ടോ. ഞാൻ പിന്നെ ഇത് വേറെ തന്നെ ആക്കി പോസ്റ്റ് ചെയ്യണ്ട, പിന്നെ എഡിറ്റ് ചെയ്യലെല്ലാം ഭയങ്കര ഇടങ്ങേറായിരിക്കും. അതുകൊണ്ട് പിന്നെ ഞാൻ ഇതും കൂടി ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാമെന്ന് വിചാരിച്ച് അതിൻ്റെ പിറ്റേ ദിവസം ഇക്കാക്കാൻ്റെ ഫാമിലി അവരെല്ലാം വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കടിയെല്ലാം ഓളുണ്ടാക്കി കൊണ്ടുവരും, ബാക്കി പിന്നെ ഫുഡ് മാത്രം ഉണ്ടാക്കിയാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ജ്യൂസും മറ്റേ നമ്മൾ മുഹബത്ത് കാ സർബത്തില്ലേ നമ്മൾ റുഹഫ്സിൽ ഉണ്ടാക്കിയിട്ടാക്കിയ അതും പിന്നെ ജ്യൂസും നാരങ്ങ വെള്ളം എല്ലാം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഫ്രൂട്ട്സും എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അവർ വരാൻ കുറച്ച് ലേറ്റ് ആയിട്ടാ, കുറച്ച് മീൻസ് ബാങ്ക് തുറക്കുമ്പോൾ എന്ന് പറയുന്നത് ബാങ്ക് കൊടുക്കുന്ന സമയത്താണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ വേഗം എല്ലാം പ്ലേറ്റിൽ വിളമ്പി റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നോമ്പ് തുറക്കലാണ് കേട്ടോ. നോമ്പ് തുറക്കലും വിളമ്പലും എല്ലാം ഒരുമിച്ചേനു കേട്ടോ. അങ്ങനെ അന്നത്തെ ദിവസം അവിടെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഞാൻ അങ്ങനെ കൂടുതൽ വീഡിയോസ് എടുത്തില്ല കേട്ടോ. അവർ പെട്ടെന്നാണ് കേട്ടോ വരുമെന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ ഒരു വ്ളോഗ് ഏകദേശം ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു വ്ളോഗ് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നത്. ഇഷ്ടമായി കഴിഞ്ഞാൽ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ കമൻറ്റ് ചെയ്യുക. നിങ്ങളെ അഭിപ്രായം കമൻസ് ആയിട്ട് അറിയിക്കുക. അപ്പോൾ ഇൻഷാ അല്ലാ പുതിയൊരു വ്ളോഗായിട്ട് അടുത്ത് തന്നെ വരണമെന്ന് നല്ല ആഗ്രഹമുണ്ട്. ആഗ്രഹം ഉണ്ടായാൽ മാത്രം പോരല്ലോ, വീഡിയോ എടുക്കണ്ടേ. അപ്പോൾ ഇൻഷാ അല്ലാ നെക്സ്റ്റ് വ്ളോഗിൽ കാണാം. ബൈ.